വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എവിടെ പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു മരണം വന്നു, കല്യാണം വന്നു, എനിക്ക് സുഖമില്ലാണ്, ശബ്ദമൊക്കെ പോയിരിക്കുകയായിരുന്നു, പിന്നെ മോൻക്ക് പനിയായി. അപ്പം അതിൻ്റെ പേരിലൊക്കെ എനിക്ക് ഗ്യാപ്പ് എടുക്കേണ്ട വന്നു. അപ്പം നമ്മുടെ ന്യൂ ഇയർ വെയിറ്റ് ലോസ് ചാലഞ്ചിന് ഡേ എത്രയാണോ അതറിയൂടാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെ കഴിച്ചതെന്ന് ഷോർട്ടായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇന്നത്തെ റെസിപ്പി നോക്കാം, നമ്മുടെ വെയിറ്റ് എത്ര ആയി നോക്കാം, എല്ലാം നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ. ഇപ്പോൾ രാവിലെ നമ്മൾ ചിയ ഡ്രിങ്ക് കുടിച്ചിട്ടാണ് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഫില്ലിങ്ങുമാണ്. പിന്നീട് ഞാൻ ലഞ്ചായിട്ട് എടുത്തത് ഒരു ചപ്പാത്തി റോളാണ്. അതിൽ എഗ്ഗും വെജിറ്റബിൾസും ഒക്കെയാണ് ഉള്ളത്. 4 മണിക്ക് ഞാൻ സ്നാക്കായിട്ട് എടുത്തിരിക്കുന്നത് പേരയ്ക്കയാണ്. പിന്നീട് 6 മണിക്ക് ഞാൻ ഡിന്നറായിട്ട് എടുത്തിരിക്കുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. സ്വീറ്റ് പൊട്ടാറ്റോ ഡയറ്റിങ്ങിനൊക്കെ നല്ലത് തന്നെയാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റിയുമാണ്, പിന്നെ നല്ല ഫില്ലിങ്ങും ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ കഴിച്ച ഫുഡ്. പിന്നെ വെയിറ്റ് ഇപ്പോൾ 73.4 ആണ് നമ്മുടെ ഇപ്പോഴത്തെ വെയിറ്റ്. ആദ്യത്തെ വെയിറ്റ് അറിയായിരുന്നല്ലോ, 78.9 ആയിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കഴിച്ച കുറച്ച് ഫുഡാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ഫാസ്റ്റിങ്ങൊക്കെ ചില ടൈമിലൊക്കെ ബ്രേക്കായി പോയല്ല, ഡയറ്റിങ്ങൊക്കെ ചില ടൈമിൽ ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു, ചില ടൈമിൽ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ 6 മണിക്ക് ശേഷം ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വെയിറ്റ് ലോസ് ഇപ്പോഴും അങ്ങനെ എനിക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റിയത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബിരിയാണി കഴിച്ചു, ഇനിയിപ്പോൾ ഡയറ്റൊക്കെ പോയി എന്ന് അങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോഴും നടക്കില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.